ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ അല്ലെങ്കിൽ വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നോ? മീൻ ചന്തയുടെ വീഡിയോ കണ്ടായിരുന്നോ? പിന്നെന്താ ഇന്നത്തെ വീഡിയോ? ഒരു ചെറിയ വീഡിയോ. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഏത്തക്കാപ്പം ഉണ്ടല്ലേ, എനിക്കങ്ങ് അതിശയമായിപ്പോയെന്നുള്ള. എന്നോട് ഗീതച്ചാന്ന് ആരോ പറഞ്ഞായിരുന്നു ഇന്നാൾ ഞാൻ ഏത്തക്കാപ്പം ഉണ്ടാക്കിയുണ്ടേ, ബിജി ഇങ്ങനെ മാവ് നേരത്തെ നമ്മുടെ പുളിച്ച മാവുണ്ടെങ്കിൽ ഇഡലി മാവ് കാണുന്നുണ്ടെങ്കിൽ ഇച്ചിരി ചേർത്താൽ മതിയത്. അപ്പം അത് ഞാൻ മൈൻഡിൽ വെച്ച ആരോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മൈൻഡിൽ വെച്ചാൽ ഇന്ന് ഞാനത് ചേർത്തത്. മറ്റേത് ഞാൻ ഒന്നും ചേർക്കാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് വഴുക പോലെ അങ്ങ് കിടക്കുമായിരുന്നു. ഇത് പക്ഷേ നന്നായിട്ട് ഇത്തിരി വീർത്ത് നല്ലൊരു ഇതിൽ കിട്ടിയായിരുന്നു. പിന്നെന്താ, ഇന്നലെ ആണെങ്കിൽ ഞാനൊരു ന്യൂസ് കണ്ടപ്പം ഞാൻ ചിന്തിച്ചത് ചുമ്മാതായിരിക്കുമെന്ന്. ദൈവമേ, ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാം അതാ ഏറ്റെടുത്തേക്കുന്നത്. ആ ദീപക്കിൻ്റെ കഴിഞ്ഞോണെ അടുത്ത ഇത് ഒരു കൊച്ചനെ ഇട്ട് 3-4 പിള്ളേർ. ദൈവമേ, എന്തോ മർദ്ദനം. അതാരാ വീഡിയോ എടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഇനിയും പിള്ളേർ തമ്മിൽ വീഡിയോ എടുത്ത് പബ്ലിക് ചെയ്താന്ന് അറിയത്തില്ല. അങ്ങനെ ചെയ്യുമോ? അതോ ഇനി വേറെ വലിയ ആൾക്കാരാണെങ്കിൽ അവർ ഇത്രയും കണ്ടിട്ട് ഇത് ഇത്രയും മൂർച്ഛിക്കാൻ ഞാനെങ്ങാണമായിരുന്നെങ്കിൽ പോയി പിടിച്ച് മാറ്റിയനായിരുന്നു. ആ ഒരു കൊച്ചിനെ തന്നെ ഇവന്മാർ ചെയ്ത് എന്തോ മീശ പോലും മുളയ്ക്കാത്ത അവന്മാർ. പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പം ഫേസ്ബുക്കിലും എല്ലാം ഇത് തന്നെ വാർത്ത. സത്യമായിരുന്നെന്നുള്ളൂ. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയ കുഞ്ഞിനെ തന്നെ തൊടുപുഴ. അതൊരു ഞാൻ ചിന്തിച്ചിനി ക്ലാസ് മുറിയോ ട്യൂഷൻ സെൻറ്ററോ അങ്ങാണായിരിക്കും എന്നാണ് എൻ്റെ ചിന്ത. ഒരു മുറിക്കകത്ത് അടച്ചിട്ട്, പക്ഷേ ആ മുറി എന്ന് പറയുന്നതും ഗ്ലാസ് ഇട്ട ഡോറാ. അത് വെളിയിലുള്ളവർക്കും സെയിം മനുഷ്യർ പോലെ വെളിയിൽ കൂടെ അതിൻ്റെ വാതിൽക്കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. ഇത്രയും കുമാരവിടെ തോന്നിയ ദിവസം കാണിച്ചിട്ട് ആരും കണ്ടില്ലയോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ കുഞ്ഞിനെ ശരിയാക്കി ഇങ്ങനെ ഒരു ഇരിക്കുന്ന ഒരു കുഞ്ഞ്. എനിക്കത് കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ മക്കളുടെ കാര്യം ഓർമ്മ വന്നു. നമ്മുടെ കുഞ്ഞുങ്ങളും ആരെങ്കിലും എന്തോലും പറഞ്ഞാൽ അടിയും കിട്ടിക്കൊണ്ട് വരും. ഇങ്ങനെയുള്ള ക്രൂവൽ മൈൻഡുള്ള പിള്ളേരാണെങ്കിൽ എന്തോ ചെയ്യുമെന്നുള്ളതാണ്. ഞാൻ എന്നിട്ടത് കൊച്ചിനെ കാണിക്കുകയും ചെയ്തു. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവം വിളിച്ചു കൂടോ. ആ കൊച്ചൊന്നും വായും മിണ്ടുന്നില്ല. ആ കൊച്ച് അതിനെ കഴുത്തിലൊക്കെ പിടിച്ച് എന്താ തോന്നിയ ദിവസം കാണിച്ചത്. അപ്പോൾ ഫേസ്ബുക്കിൽ പറയുന്ന അതിൻ്റെ അപ്പൻ ആ കുട്ടിയുടെ ഫാദർ കംപ്ലൈൻറ്റ് കൊടുത്തില്ല, കാരണം ഇവരുടെ ഒരു ഭാവിയായിരുന്നു. അന്നേരം പലരും പറയുന്നു സ്വന്തം പിതാവല്ലയോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾക്കായിട്ട് വിഷമം വന്ന് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ഇവന്മാർ വീണ്ടും വേറെ അടുത്ത് ഇത് ചെയ്യും. സത്യം പറഞ്ഞാൽ പിന്നെ അന്നേരം അറിയുന്നത് ഇത് ഞാൻ ചിന്തിച്ച് ട്യൂഷൻ സെൻറ്റർ കാണാമായിരിക്കും. ട്യൂഷൻ സെൻറ്റർ അല്ല, ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു റൂമിൻ്റെ അകത്താണ് ഇതിനെ കൊണ്ടുപോയി ചെയ്തതെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത് ദൈവമേ. ഇപ്പം പേടിയാവുമെന്നുള്ള മനുഷ്യർക്കങ്ങ്. ഇപ്പോൾ എങ്ങോട്ടോ ഈ പിള്ളേരുടെ പോക്ക്, മനുഷ്യരുടെ പോക്ക് ഒരു ദൈവം മനസാക്ഷിയും ഇല്ലെന്നുള്ള അതുപോലെ ഉള്ള ഒരു സംഭവങ്ങളാണ് നടക്കുന്നത്. എല്ലാവരും കാണുന്ന. എന്നാലും ഞാനങ്ങ് പറഞ്ഞു, എനിക്കങ്ങ് ഹൃദയത്തിൽ തട്ടിപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് വേദന വന്ന ആ കുഞ്ഞിനെ ഒരു ഇവന്മാരെല്ലാം കൂടെ ചെയ്യുന്ന കണ്ടോണ്ടേ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ തണുപ്പാണ് ഇപ്പോഴും. വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് കുളി നടത്തും. പിന്നെന്താ, അവിടെ ആ ബാത്റൂമിൽ ഗീസറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ കുളിക്കുന്നതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കുളി. അതിൽ വേണേൽ ചൂടാക്കാം, പക്ഷെ അതൊന്നും ചെയ്യാതെ ഉച്ചയ്ക്ക് കുളി. ഉച്ചയ്ക്കായിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. കണ്ണങ്ങ് ചൊറിഞ്ഞ് കണ്ട ഇവിടെ കണ്ടില്ലേ. അപ്പോൾ നാളെ ഒരു അട്ടിപ്പൊളി റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. ബട്ടർ ചിക്കനും ജീര റൈസും കേട്ടോ. അതിൻ്റെ റെസിപ്പി എല്ലാവരും കാണണം കേട്ടോ. ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ അന്ന് ഞാൻ പറഞ്ഞ കൊഞ്ച് ആരേലും നമ്മുടെ കൊഞ്ച് മീൻ പ്രോൺസ് ആരെയും ട്രൈ ചെയ്തോന്നല്ല, അടിപൊളിയാണ് കേട്ടോ. കാരണം സാധാരണ എനിക്കും പ്രോൺസിനോട് അത്ര താല്പര്യമില്ല. തോരൻ വെച്ചാൽ കഴിക്കും. പക്ഷേ അത് ഇവിടെ പിള്ളേരും പിടിച്ചു പറയുമായിരുന്നു, ഒത്തിരി നല്ലതായിരുന്നു. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മാഗിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇച്ചിരി പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു. ഇപ്പം ഞാൻ സവാള എൻ്റെ കയ്യിൽ പൊളിച്ചത് ഇച്ചിരി അരമുറിയേ ഉള്ളായിരുന്നു, ആ ഒരു ഇച്ചിരി ചേർത്തുള്ളൂ. അപ്പം ബാക്കി ഇതിൻ്റെ അകത്ത് ഇച്ചിരി ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ് അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് പ്രീസമ്മോനൊക്കെ പിന്നെ എക്സാം, ഇവർക്ക് മന്ത്ലി എക്സാം ഉണ്ടായിരുന്നു, ടേം എക്സാം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആനുവൽ എക്സാം ഏപ്രിൽ എൻഡിലൊക്കെയായിരുന്നു നടക്കുന്നത്.
ഇപ്പം ഈ വർഷം തൊട്ട് ഈ ICSEക്കാരുടെ കൂട്ട് ICSEക്കാർക്കുണ്ടല്ലോ മാർച്ചിൽ പിന്നെ ഫെബ്രുവരിയിൽ എക്സാം കഴിഞ്ഞിട്ട് മാർച്ചിൽ കുറച്ച് ദിവസം അവധിയായിരിക്കും. പിന്നെ വീണ്ടും ന്യൂ അക്കാഡമിക്ക് തുടങ്ങും. സെയിം ഇപ്പം പ്രൈസൻ്റെ സ്കൂളിലും ഇപ്പം ICSE തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവന് ഈ ഫെബ്രുവരി 11 എക്സാം തുടങ്ങി. ഫെബ്രുവരി 18 തീരും. ഫെബ്രുവരി 18 മുതൽ മാർച്ച് കുറച്ച് വരെ അവധിയാണ്. പിന്നെ മാർച്ച് 3 എങ്ങാണ്ട് തൊട്ട് അവന് മാർച്ചിൽ ന്യൂ അക്കാഡമിക്ക് തുടങ്ങുവാണ്. അതായത് 6th സ്റ്റാൻഡേർഡിലോട്ട് അവൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം പോയി ബുക്കും പുസ്തകമൊക്കെ അതിനുള്ള പൈസ എല്ലാം അടച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞിട്ട് പിന്നെ മെയ് എൻഡ് തൊട്ട് മെയ് തൊട്ട് ജൂൺ, സാധാരണ ജൂൺ 15 ആകുമ്പോഴേ ഇവർക്ക് എല്ലാ വർഷവും അങ്ങനെ ആയിരുന്നു. കാരണം മെയ്യിൽ അടച്ചാൽ പിന്നെ ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ്യിൽ അടച്ചാൽ പിന്നെ ജൂൺ 13, 14 ഇവരുടെ സ്കൂൾ തുറക്കുന്നത്. ഇപ്രാവശ്യം സെയിം ഇവരുടെ കൂട്ട് ജൂൺ 1 3, 4 ഫസ്റ്റ് വീക്കിലൊക്കെ തുറക്കും. അങ്ങനെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ജൂണിലെ അവരുടെ അക്കാഡമിക്ക് തുടങ്ങത്തുള്ളായിരുന്നു ന്യൂ അക്കാഡമിക്ക്. ഇപ്പം മാർച്ചിലേ തുടങ്ങും. അത് വെച്ച് നോക്ക്, ഒരുവിധം ഓർത്ത് അത് നല്ലതാണ്. പെട്ടെന്ന് വർഷം പോകുന്നത് പോലെ തോന്നും. അല്ലെങ്കിൽ ജൂൺ വരെ ആകുമ്പം പിന്നെ ആകെ ഒരു കുറേ അങ്ങ് മീൻസ് അങ്ങ് പോകുന്നത് പോലെ തോന്നും. അപ്പോൾ ഇനി ഇപ്പം അങ്ങോട്ട് ഒരു എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം ഫെബ്രുവരി 11 അവരുടെ ആനുവൽ എക്സാമാണ്, ലാസ്റ്റ് എക്സാം വരിക. know what you're dreaming. Know what you're അപ്പം ഇവനോട് പഠിക്കാൻ പറഞ്ഞ് അപ്പം കുറച്ച് നേരമായിട്ട് ഇവിടെ ഭയങ്കര പാട്ട് കേൾക്കുന്നു. നേരെ എനിക്കറിയാം ഇവിടെ എന്തോ പരിപാടിയാണ്. അവൻ്റെ കളിപ്പാട്ടങ്ങളാ ബക്കറ്റ് മൊത്തം. അപ്പം പോളുമോൻ അപ്പച്ചൻ്റെ മുടി വെട്ടാനായിട്ട് അപ്പച്ചനെ കൊണ്ട് പോയേക്കുന്നു. അപ്പോൾ ഡ്രം സെറ്റ് ഉണ്ടാക്കിയത് ആൾ പാട്ട് പാടിയിട്ട് അടിക്കാൻ. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന ആൾ കണ്ടില്ല. ഞാൻ ഇങ്ങനെ നിൽക്കുക, അതെനിക്ക് ചുവനെടുക്കാനും പറ്റിയില്ല. അവൻ അല്ലെന്നും പറഞ്ഞു. അവസാനം ഞാൻ ചിരി കേട്ടോണ്ടേ അവൻ കണ്ടത്. ഇത് കണ്ടോ, ഗ്രേപ്പ് ജ്യൂസ്, ചുമ്മാതാ പനിമുഖത്തിൻ്റെ വെള്ളം. ഞാനെന്നാ കേരളക്കട ആ കളർ ഗ്ലാസ്സിലിരിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നേ. നിങ്ങളൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ടോ ആരെങ്കിലും? എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഞാൻ വലിയൊരു ജോലി ചെയ്യാൻ പോവാം കേട്ടോ. ഒരു അപാര ജോലിയാണ് ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത്. കണ്ട നിങ്ങൾ പറയോ ഇതെന്തിനാ ഈ ചേച്ചി വാങ്ങിച്ചതെന്ന്. ഇപ്പം ചിന്തിക്കുന്നു, ഞാനും ചിന്തിക്കുന്നു വേണ്ടായിരുന്നു. സമയം കുറേ എടുക്കും, ഒരു മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് വെട്ടിയെടുക്കാൻ. തോരൻ വെച്ചാൽ തിന്നാൻ ഒറ്റക്കടിയേ ഉള്ളൂ തിന്നാൻ. പക്ഷെ മെനക്കേട് പരിപാടി അപാരമാണ്. അപ്പം ഞാനിതിരുന്ന് ഒന്ന് വെട്ടിയിട്ട് കാണിക്കാം കേട്ടോ. ഇതിനകത്ത് ഇരുമ്പമ്പുളി പൊടിയായിട്ട് അരിഞ്ഞത്, സവാള, പച്ചമുളക്, കറിവേപ്പില, ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടി. ഇത് മൊത്തം എടുക്കുന്നില്ല, കുറച്ച് ഇഞ്ചിയും കൂടെ കൊത്തി അരിയുന്നുണ്ട്. ഇന്നലെ ഞാൻ ചിന്തിച്ച് ഇന്ന് ഈ പൊടിമത്തി എടുത്ത് വെട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നലെ കൂട്ടാനൊക്കെ ഇച്ചിരി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് ഈ പരിപാടി ഇവിടെ ഉച്ചയ്ക്കത് നടക്കത്തില്ല. എത്ര സമയം എടുത്തെന്നറിയാമോ അത് വെട്ടാനായിട്ട്? എൻ്റെ ഊപ്പാട് വന്നെന്നുള്ളതാണ്. നമ്മുടെ ഇച്ചിരി ഇരുമ്പമ്പുളി ഇട്ട് തോരൻ വെക്കാന്നുള്ള കൊതി കൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചാൽ. ആരും വാങ്ങിക്കത്തില്ല അത്രയും പൊടിയായിട്ടുള്ളത്. റീസൺ അവിടെ സൺഡേ സ്കൂൾ സോങ് ഇട്ട് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോണ്ട്. ഇത് ഇത്രയൊന്നും കൈ കൊണ്ടൊന്നും ഞവിടട്ടെ. എല്ലാം ഞാൻ കൈ കൊണ്ട് നന്നായി ഒന്ന് ഞെവിടി ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു കഷ്ണം പുളിയും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം ഇരുമ്പമ്പുളിക്ക് മത്തി ഇച്ചിരി കൂടുതലുണ്ടല്ലേ. ഇരുമ്പമ്പുളിക്ക് അഥവാ പുളി കുറവാണെങ്കിൽ ഇച്ചിരി പുളി വേണമല്ലേ. അതുകൊണ്ട് ഞാൻ
ഒരു 3-4 ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. കാരണം മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാൻ അരച്ചത്. അപ്പം വലിയതിലാണെങ്കിൽ കുറേ സമയം എടുക്കും പൾസ് ചെയ്തെടുക്കാൻ. ഇതിലാവുമ്പം പെട്ടെന്നാവും 2 തീരായിട്ട് ചെയ്യണമെന്നേ ഉള്ളായിരുന്നു. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ അകത്തൊന്ന് ഇട്ടു. എന്നിട്ട് ബാക്കി ഇതിൻ്റെ അകത്ത് ഈ തേങ്ങയ്ക്കകത്ത് 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, ഒരു 3-4 പുളിയും കൂടെ അരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പുളി നന്നായിട്ട് അങ്ങ് ഇറങ്ങിക്കോളുമല്ലേ. എന്നിട്ട് ഇതെല്ലാം കൂടെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്യാനൊന്നും പോയില്ല, കട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ. 2 ദിവസം ഇവിടെ കുശാലായിരുന്നു. മീൻതോരൻ പിള്ളേർക്കൊക്കെ ഇഷ്ടം. ഇവിടെ റേച്ചാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കഴിക്കും മീൻതോരൻ. ഇതിപ്പം ഇന്നാളീ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്തതാണ്. ഇത് സോപ്പ്, ഹോം മെയ്ഡ് സോപ്പ്. ഇപ്പം വീണ്ടും ഞാനൊരു 10-12 കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പോളിൻ്റെ മുഖത്തൊക്കെ ഭയങ്കര പിമ്പിൾസും. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3-4 വെറൈറ്റിയാണ്. ഒന്നിൽ അലോവേര, തുളസി, നമ്മുടെ നീമുണ്ടല്ലേ, ആര്യവേപ്പ്, അത് ചേർന്നത്, തേനും. എല്ലാത്തിലും തേൻ ചേരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ക്യാരറ്റും തേനും, അലോവേരയും തേനും, അങ്ങനെ പല നല്ല സോപ്പാണ്. ബെൻസി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അവൾ സ്റ്റാറ്റസും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളത് കണ്ടിട്ടില്ല. പലരും വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം, സ്കിൻ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് എടുത്ത ഉടനെ ഉണ്ടല്ലേ ആ ലേബൽ തമ്മി ഒട്ടിയതായതുകൊണ്ട് നമുക്ക് ഇളക്കിയുണ്ടേ ലേബൽ അങ്ങ്. ഇത് ക്യാരറ്റും ഹണിയും. അപ്പം നല്ല മണമുണ്ട്. ഞാൻ അന്നേരം എല്ലാവർക്കും പ്രൈസമ്മോനാന്നേലും എല്ലാവർക്കും പോളിനാന്നേലും എല്ലാവർക്കും ഓരോന്ന് അന്ന് ഉപയോഗിച്ചിട്ട് പോളിന് ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞായിരുന്നു അമ്മയെടുത്ത്. ഇത് നമ്മുടെ ആര്യവേപ്പും തുളസിയും ഹണിയും കൂടെ ചേർന്നതാണ്. അതാണ് അവന് ഞാൻ കൊടുത്തത്. ഒരു സോപ്പിന് 70 രൂപ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഒന്നീ നാട്ടിലത്തെ നമ്പർ തരാം. ഹോം മെയ്ഡ് ആണ്. പോസ്റ്റ്മാൻ ഇത് കൊണ്ട് തന്നപ്പോൾ തൊട്ട് പ്രൈസിനും പുറകെ നടക്കുക. അപ്പോൾ എനിക്കാണേലും ഒരു സാധനം എന്തേലും വന്നാൽ പിള്ളേരെ പിന്നെ ഒന്നും പറയണ്ടല്ലോ. എൻ്റെ മനസ്സിലും ഉണ്ട് അതൊന്ന് പൊട്ടിച്ച്. എന്താണേലും നമുക്ക് സാധനം എന്തുവെന്ന് അറിയാം, എന്നാലും അതൊന്ന് പൊട്ടിക്കണം. ഒരു ആകാംക്ഷയാണ് പൊട്ടിക്കാൻ. പിന്നെ അവനെ ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ട് നിന്ന് എൻ്റെ മനസ്സിലും ഉണ്ട് പെട്ടെന്ന് പൊട്ടിക്കണമെന്നുള്ളത്. അപ്പം ഞാൻ മീൻതോരൻ ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് ഇത് പൊട്ടിക്കാന്നുള്ള ഇതിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അത് അടപ്പത്ത് വെച്ച് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കിന് ചെല്ലുമ്പോഴത്തേക്കിന് നമ്മുടെ മീനും വറ്റിയിരിക്കുമല്ലേ. ബെൻസിയുടെ കയ്യിൽ നിന്ന് ഇപ്പം വാങ്ങിച്ചവർ തന്നെ വീണ്ടും വാങ്ങിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. ചിലരുടെ അലർജി മാറി നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ ഉള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മീൻതോരനൊക്കെ ഇവിടെ റെഡി ആയായിരുന്നു. അപ്പം ഞാൻ പിന്നെ റയിച്ചാൽ മീൻതോരൻ കഴിക്കാറില്ലല്ലോ. അപ്പം ഞാനൊരു ചെറുപയർ തോരൻ വെക്കാമെന്നും പറഞ്ഞ് ചെറുപയർ അടപ്പത്തിട്ടായിരുന്നല്ലേ, അതൊന്ന് വെന്ത് എന്നിട്ടിപ്പം ഇച്ചിരി ജീരകവും കടുകൊക്കെ പൊട്ടിച്ച് ചെറുപയർ കൂടെ ഒന്ന് വെക്കട്ടെ. എന്നാലും ഞാൻ ഇന്നലെ രാത്രിയിലേ ഞാൻ ഇന്നാളി ജിയോ മാർട്ടിൽ നിന്ന് 200 ഗ്രാം ഇതുപോലെ സ്പ്രൗട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പം അത് കൂട്ടാൻ വെച്ചാണ് ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം 200 ഗ്രാമിന് എത്ര ആയിരുന്നു? 20 രൂപ. അപ്പം ഞാൻ ഇന്ന് ചിന്തിച്ച് ഇച്ചിരി കടലയും ഇച്ചിരി ചെറുപയറും ഇതുപോലെ വലിയ വെള്ളപ്പയറും ഇതെല്ലാം കൂടെ ഞാൻ ഇന്നലെ രാത്രിയിലൊന്ന് വെള്ളത്തിൽ ഇട്ടായിരുന്നു കുതുക്കാൻ. എന്നിട്ടത് ഇന്നിപ്പം ഞാൻ ആ വെള്ളം വാലാനായിട്ട് ഇങ്ങനെ അരിപ്പയിൽ വെച്ച്. അപ്പം നമ്മൾ സാധാരണ തുണിയിലല്ലേ കെട്ടുന്നത്. അപ്പം ഞാൻ തുണിയിലൊന്നും കെട്ടുന്നില്ല, ഇതുപോലൊരു നല്ല എയർ ടൈറ്റായിട്ടുള്ളൊരു ഡബ്ബയ്ക്കകത്ത് ഇട്ട് വെക്കും. എന്നിട്ടത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന്, എപ്പോഴും ഒന്നല്ല, കുറച്ച് ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അഥവാ ഒന്ന് കൈയിടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലേ, അത് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ ഞാൻ ഇച്ചിരി വെള്ളം കൈ കൊണ്ടൊന്ന് കുടഞ്ഞു കൊടുക്കും. അപ്പോൾ അത് 2 ദിവസം അങ്ങനെ വെളിയിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ പാത്രം എടുത്തൊന്ന് കുലുക്കി കൊടുത്താൽ മതി. നന്നായിട്ട് മുള പൊട്ടും. നമുക്കിപ്പം തുണിയിൽ തന്നെ കെട്ടി വെക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ ആദ്യമൊക്കെ തുണിയിൽ ഇങ്ങനെ കെട്ടുമായിരുന്നു. പിന്നെ നമ്മളെത്ര നല്ല തുണി, ഇപ്പം ഞാനൊരു വെള്ള തുണിയായിരുന്നു എടുത്തത്. അയ്യോ, അത് കെട്ടി വെച്ച് പിറ്റേ ദിവസമാണെങ്കിൽ അത് ചുമന്ന തുണിയായി. അപ്പോൾ അതും വൃത്തികേടാവുമല്ലോ. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലേ. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. ഞാൻ നിങ്ങളെ കാണിക്കാം അത് മുള പൊട്ടിക്കഴിഞ്ഞിട്ട്. ഇങ്ങനെ ഈ കുരിപ്പിച്ചിട്ട് ഇച്ചിരി ഉപ്പും വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് ബോയിൽ ചെയ്ത് കഴിക്കുന്നതൊക്കെ ശരീരത്തിൽ ഒത്തിരി നല്ലതാണ്. ഈ പയർ ഞാനേ കഴിഞ്ഞ ദിവസം പയറിന് മുകളിൽ പരാപരമല്ലാതെ കുറച്ചുകൂടെ വെള്ളം കൂടുതലായിരുന്നു.
അപ്പോൾ ഒരു വിസിൽ വന്നപ്പോഴത്തേക്കിന് പയറങ്ങ് നന്നായിട്ട് വെന്ത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇച്ചിരി വെള്ളം കുറച്ചാ വെച്ചേ. അതുകൊണ്ട് ശരിക്കും അങ്ങനെ വെന്തിട്ടില്ല. കുറേ കൂടെ വെള്ളം ഒഴിച്ചാലേ ഇത് നന്നായി വേവത്തുള്ളൂ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇനി വേവിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.